നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും വധിച്ച അമേരിക്കയുടെയും സയനിസ്റ്റ് ഇസ്രയേലിന്റെയും നടപടി നിന്ദ്യവും അപലപനീയവുമാണെന്ന് പറയുന്നവർ ഖമനേയിയുടെ ചില ഫത്തുകൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1989 ഖൊമേനിയുടെ മരണാനന്തരം ഖമനേയി പൗരോഹിത്യ സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഖമനേയിയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. പിന്നീടുള്ള വർഷങ്ങൾ കണ്ടത് ഇറാന്റെ ഭരണം കൈപ്പിടിയിലാക്കുന്ന ഖമേനിയെ ആയിരുന്നു. ഭരണസ്ഥാപനങ്ങളിൽ അദ്ദേഹം വിശ്വസ്തരെ നിറച്ചു. വിലായത്തെ ഫക്കീഹ് അഥവാ പൗരോഹിത്യ ഭരണം എന്ന സവിശേഷ സംവിധാനം കൊണ്ടുവന്നു. രാഷ്ട്രീയ അടിച്ചമർത്തലുകളും എതിരാളികളുടെ അറസ്റ്റുമുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഖമനേയി നടപ്പിലാക്കിയത് വളരെ ക്രൂരമായ ഭരണം തന്നെയായിരുന്നു. സ്ത്രീയുടെ ഒരു മുടിയിഴ പോലും പുറത്തു കണ്ടാൽ അവർക്ക് വിധിച്ചത് വളരെ ക്രൂരമായ മരണം. 13 വയസ്സിൽ വിവാഹം, അബോർഷൻ പാടില്ല തുടങ്ങി സ്ത്രീകളെ മനുഷ്യജീവികളായി പോലും കാണാത്ത നിയമങ്ങൾ. അവയിൽ ചില ഫത്തുകൾ ഇങ്ങനെയാണ്. 1980കളിൽ ഇറാന്റെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കന്യകമാരായ പെൺകുട്ടികളെ ശിക്ഷ നടപ്പാക്കുന്നതിന് തലേ ദിവസം വിചിത്രമായ ഒരു ആചാരമുണ്ടായിരുന്നു. അവരെ കാവൽക്കാർ നിർബന്ധിതമായി വിവാഹം കഴിക്കും. അതിനുശേഷം ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്യും. മുൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ വരെ വിഷയം ചർച്ചയായിട്ടുള്ളതാണ്. ഈ ക്രൂരകൃത്യത്തിന് കാരണം ഒരു വിശ്വാസമായിരുന്നു. കന്യകമാരായി മരിക്കുന്നവർ നേരിട്ട് സ്വർഗത്തിൽ ചെല്ലുമത്രേ. അങ്ങനെ ഒരു വിശ്വാസം അക്കാലത്ത് ചില മതമൗലികവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വധിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ശത്രുക്കളായതിനാൽ അവർ അങ്ങനെ സ്വർഗത്തിൽ പോകാൻ പാടില്ല എന്ന ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരത നടന്നതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. പല കേസുകളിലും പെൺകുട്ടിയെ വധിച്ച ശേഷം ജയിൽ അധികൃതർ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവർ ജയിൽ കാവൽക്കാരനെ വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെടുകയും വിവാഹ സമ്മാനമായി ഒരു പെട്ടി മധുരപലഹാരമോ ചെറിയ തുകയോ നൽകുകയും ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്രയും ക്രൂരമായ ഒരു നടപടി ലോകത്ത് മറ്റെവിടെയും കാണില്ല. ഇപ്പോൾ അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് മുമ്പ് പരമോന്നത നേതാവായിരുന്നു ആയത്തുള്ള ഖുമേനി. അദ്ദേഹമാണ് ഇത് ഒരു ഫത്വയാക്കി നടപ്പിലാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണത്രേ സൈന്യം ഈ ക്രൂരത കാട്ടുന്നത്. 1989 ഫെബ്രുവരിയിലാണ് ഇറാന്റെ അന്നത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖുമേനി ദ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം ഇസ്ലാം വിരുദ്ധമാണെന്ന് ആരോപിച്ച് എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ ഫത്വ നൽകിയത്. ഇതിന്റെ പേരിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ റുഷ്ദി 2022 ഓഗസ്റ്റ് 12 അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതാണ് ഫത്വയുടെ കരുത്ത്. എത്ര കാലം കഴിഞ്ഞാലും അത് നടപ്പാക്കാൻ ആളുണ്ടാകും. ഖുമേനി മരിച്ച് ഖമനേയി പരമോന്നത നേതാവായപ്പോൾ പിടിച്ചതിലും വലുതും മാളത്തിലെന്ന അവസ്ഥയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഖുർആൻ ഓതിയും തഫസീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമനേയി തയ്യാറായിരുന്നില്ല. ഇംഗ്ലീഷിലും പേർഷ്യനും അറബിയും എല്ലാം പഠിച്ചതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും ഖമനേയി പഠിച്ചു. തോക്കെടുത്ത പുരോഹിതൻ എന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് തന്നെ. അയാൾക്ക് അധികാരം കിട്ടിയതോടെ ഇറാനിലെ സ്ത്രീകളുടെ അവസ്ഥ ഒന്നുകൂടി മോശമായി. ഒരു കാലത്ത് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായി അറിയപ്പെട്ടിരുന്ന ഇറാനെ ഒരു ഭ്രാന്തൻ രാജ്യമാക്കി മാറ്റിയെടുത്തത് ഖമനേയിയാണ്. ഇപ്പോൾ ഖമനേയിയുടെ രക്തസാക്ഷിത്വത്തിൽ വിലപിക്കുന്ന കേരളത്തിലടക്കമുള്ളവർ അറിയണം എന്താണ് ഖമനേയി ഇറാനിലെ സ്ത്രീകളോട് ചെയ്തതെന്ന്. 85-ാം വയസ്സിലും ലോകത്തെ വിറപ്പിച്ച ഈ കടൽക്കിഴവന്റെ കുപ്രസിദ്ധമായ ഫത്വകളിലൂടെ ഒന്ന് കടന്നുപോയാൽ കാര്യം പിടികിട്ടും. ഖമനേയിയുടെ ഏറ്റവും പ്രധാന സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ ഒന്നാണ് നിർബന്ധിത ഹിജാബ് നിയമം. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിയമം കർശനമായി അദ്ദേഹം നടപ്പിലാക്കി. ഇത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ ടമോറാലിറ്റി പോലീസ് എന്ന വിഭാഗത്തിന് വിപുലമായ അധികാരം നൽകി. ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രതിരോധശേഷി നൽകുന്നു എന്നുവരെ ഖമനേയി പറഞ്ഞു വെച്ചിരുന്നു. 2022 മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വലിയ പ്രക്ഷോഭമുണ്ടായത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഏറ്റവും അതിവിചിത്രമായ ഒരു കാര്യം മഹ്സ അമിനി ഹിജാബ് ധരിച്ചിരുന്നു എന്നതാണ്. അതിനിടയിൽ മുടിയിഴ കണ്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. സർക്കാരിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതല്ലായിരുന്നു ഹിജാബ് ധാരണം എന്നതാണ് പ്രശ്നം. 2022 സെപ്റ്റംബർ 13 ടെഹ്റാനിൽ വെച്ചാണ് ഇറാന്റെ മൊറാലിറ്റി പോലീസ് മഹ്സ അമിനിയെ അറസ്റ്റ് ചെയ്യുന്നത്. ശിരോവസ്ത്രം ശരിയായ രീതിയിലല്ല ധരിച്ചതെന്നും അതിലൂടെ മുടി പുറത്തു കാണുന്നുണ്ട് എന്നുമായിരുന്നു അവർ ഉന്നയിച്ച ആരോപണം. ഒരു മുടി പോലും പുറത്തു കാണരുത് എന്നതാണ് ഖമനേയിയുടെ ഫത്വ.
ഹിജാബ് നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള റീ എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് അവളെ പോലീസ് വാനിൽ കയറ്റിയത്. വാനിനുള്ളിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവളെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ദൃക്സാക്ഷികൾ ആരോപിക്കുന്നു. തുടർന്നായിരുന്നു മഹ്സയുടെ മരണം. ഇത് ഇറാനിലുടനീളം വൻ പ്രതിഷേധങ്ങൾക്കും വുമൺ, ലൈഫ്, ഫ്രീഡം എന്നീ മുന്നേറ്റത്തിനും തുടക്കമിട്ടു. പക്ഷേ അലി ഖമനേയി അത് ക്രൂരമായാണ് അടിച്ചമർത്തിയത്. നൂറുകണക്കിന് സ്ത്രീകളെ പട്ടാളം വെടിവെച്ചു കൊന്നു. അതിനുശേഷം ഈയിടെ, അതായത് 2026 വിലക്കയറ്റത്തിനെതിരെ ഉണ്ടായ പ്രക്ഷോഭത്തെയും ഖമനേയി ക്രൂരമായാണ് അടിച്ചമർത്തിയത്. 1.5 മാസത്തിനുള്ളിൽ 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് അറിയപ്പെടുന്ന റിപ്പോർട്ടുകൾ. അറിയപ്പെടാത്തത് വളരെയേറെ. ശവങ്ങൾ കൂനകൂട്ടി സംസ്കരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പല സംഘടനകളും പറയുന്നത് 90,000-ഓളം പേർ ഒരു മാസത്തിനുള്ളിൽ അവിടെ മരിച്ചു വീണു എന്നാണ്. ഖമനേയിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിച്ച സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്നോ തടവിലാക്കി വിരലുകൾ വെട്ടിയെന്നോ ആണ് റിപ്പോർട്ട് പറയുന്നത്. നിരവധി സ്ത്രീകളെ പട്ടാളം തന്നെ റേപ്പ് ചെയ്തു കൊന്നു. അവർക്ക് സ്വർഗം നിഷേധിച്ചു. കാരണം റേപ്പ് ചെയ്യാതെ കൊന്നാൽ കന്യകമാരാണെങ്കിൽ ഇവർക്ക് സ്വർഗം കിട്ടുമല്ലോ. അത് നിഷേധിക്കാനായി പട്ടാളക്കാർ അവരെ റേപ്പ് ചെയ്യുന്നു. ഖമനേയിയുടെ ഏറ്റവും വിവാദ ഫത്വകളിൽ ഒന്നാണ് സ്ത്രീകൾ പൊതുസ്ഥലത്ത് സൈക്കിൾ ചവിട്ടാൻ പാടില്ല എന്നത്. 2016 സെപ്റ്റംബറിലാണ് അദ്ദേഹം ഈ ഫത്വ പുറപ്പെടുവിച്ചത്. സ്ത്രീകൾ പൊതുസ്ഥലത്തോ അപരിചിതരുടെ മുന്നിലോ സൈക്കിൾ ചവിട്ടുന്നത് പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുമത്രേ. ഇത് സമൂഹത്തിൽ അഴിമതിക്കും അധർമ്മത്തിനും കാരണമാകും എന്ന വിചിത്രമായ ഫത്വയും ഖമനേയി നിരീക്ഷിച്ചുണ്ടാക്കി. സ്ത്രീകളുടെ മാന്യതയ്ക്കും അന്തസ്സിനും വിരുദ്ധമാണ് ഈ പ്രവൃത്തിയെന്നും അതിനാൽ ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഫത്വയിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ഫത്വ ഇറാനിലെ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 വടക്കു പടിഞ്ഞാറൻ നഗരമായ മരുവാനിൽ സൈക്കിൾ റാലി നടത്താൻ പദ്ധതിയിട്ട ഒരു കൂട്ടം സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി സൈക്കിൾ ചവിട്ടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. ഇസ്ഫഹാൻ പോലുള്ള നഗരങ്ങളിൽ പൊതുസ്ഥലത്ത് സൈക്കിൾ ചവിട്ടുന്ന സ്ത്രീകൾക്ക് കടുത്ത പിഴയും സൈക്കിൾ കണ്ടുകെട്ടലും ശിക്ഷയായി കിട്ടി. ആവർത്തിച്ച് നിയമം ലംഘിക്കുന്നവർക്ക് തടവ് ശിക്ഷ നൽകി. ഇങ്ങനെ പല സ്ത്രീകളും ജയിലിലായിട്ടുണ്ട്. സൈക്കിൾ ഷെയറിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ പലയിടത്തും വിലക്കി. പൊതുസ്ഥലങ്ങളിൽ വ്യായാമം ചെയ്യുന്ന സ്ത്രീകളെ അധാർമികർ എന്ന് മുദ്രകുത്തുന്ന സാഹചര്യം ഫത്വയ്ക്ക് ശേഷം വർദ്ധിച്ചു. പക്ഷേ ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ വുമൺ ലവ് സൈക്ലിംഗ് എന്ന ഒരു ഹാഷ്ടാഗിൽ നൂറുകണക്കിന് സ്ത്രീകൾ സൈക്കിൾ ചവിട്ടുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. തങ്ങളുടെ മൗലികാവകാശമാണിതെന്ന് പ്രഖ്യാപിച്ച് പ്രായമായവരും പെൺകുട്ടികളും അടക്കമുള്ളവർ പരസ്യമായി സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഇറാന്റെ പല ഭാഗത്തും സ്ത്രീകൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അത് ഫത്വ അസാധുവാക്കിയതുകൊണ്ടല്ല, മറിച്ച് പോലീസ് കർശന നടപടി എടുക്കാത്തതുകൊണ്ടാണ്. കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ ഫത്വകളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലെന്നും അതിന്റെ പേരിൽ നടപടിയെടുത്താൽ ജയിൽ നിറയുമെന്നും ഇറാൻ ഭരണാധികാരികൾക്ക് നന്നായി അറിയാം. ആദ്യകാലത്ത് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സൈക്കിൾ ചവിട്ടുന്നതിന് പൂർണ്ണ നിരോധനമായിരുന്നു. പക്ഷെ പിന്നീട് അത് ഹിജാബ് കൃത്യമായി പാലിച്ചുകൊണ്ടും പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാത്ത രീതിയിലും സൈക്കിൾ ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് മാറി. ഇറാനിൽ സ്ത്രീകൾ സൈക്കിൾ ചവിട്ടുന്നത് തടയുന്ന വ്യക്തമായ സിവിൽ നിയമങ്ങളൊന്നും നിലവിലില്ല. എന്നാൽ പൊതുധാർമ്മികത ലംഘിച്ചു എന്ന പേരിലാണ് പോലീസ് സൈക്കിളുകൾ കണ്ടുകെട്ടാറുള്ളത്. ഈ ഫത്വ നിലനിൽക്കുമ്പോഴും ഇറാന് ഔദ്യോഗികമായ ഒരു വനിതാ സൈക്ലിംഗ് ടീം ഉണ്ട് എന്നത് അതിലേറെ രസകരം. ഏഷ്യൻ ഗെയിംസിലും മറ്റ് അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലും ഇറാനിയൻ വനിതകൾ സൈക്ലിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. 2023 ചൈനയിലെ ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഫരാനക് പർത്തോസർ മൗണ്ടൻ ബൈക്കിങ്ങിൽ വെങ്കലം നേടിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് സൈക്ലിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇറാനിയൻ വനിതയായി മാറി ഇവർ. പക്ഷേ ഇതിനായി ശരീരം മൂടുന്ന രീതിയിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളാണ് ഇവർ ധരിച്ചിരുന്നത്. ഖമനേയിയുടെ ഭരണകാലത്ത് വിദ്യാഭ്യാസ തൊഴിൽ നിയന്ത്രണങ്ങളും സ്ത്രീകൾക്കുണ്ടായി. സർവകലാശാലകളിൽ ചില പ്രത്യേക കോഴ്സുകളിൽ, അതായത് എഞ്ചിനീയറിംഗ്, സയൻസ് തുടങ്ങിയവ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ജെൻഡർ റേഷ്യോയാണ് ഇവിടെ നടപ്പിലാക്കിയിരുന്നത്. ഇറാനിലെ 36ഓളം സർവകലാശാലകൾ 77ഓളം ബിരുദ കോഴ്സുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചു. ഇതിൽ ഭൂരിഭാഗവും എഞ്ചിനീയറിംഗ്, സയൻസ് വിഭാഗങ്ങളിലായിരുന്നു. ന്യൂക്ലിയർ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഒന്നും തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു. ഈ കോഴ്സുകൾ സ്ത്രീകൾക്ക് അനുയോജ്യമല്ലെന്നും ബിരുദം നേടിയ ശേഷം സ്ത്രീകൾക്ക് ഈ മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കില്ലെന്നും അധികൃതർ വാദിച്ചു. കൂടാതെ സർവകലാശാലകളിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നത് പുരുഷന്മാരുടെ അവസരങ്ങൾ കുറയ്ക്കുന്നു എന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായി. ചില സർവകലാശാലകളിൽ പകുതി സീറ്റുകൾ പുരുഷന്മാർക്കായി മാറ്റിവെക്കുകയും ബാക്കി പകുതിയിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന രീതി നടപ്പിലാക്കി. ഇത് സ്ത്രീകളുടെ പ്രവേശന നിരക്ക് വലിയ തോതിൽ കുറയാൻ കാരണമായി.
സർവകലാശാലകളെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ എന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ വിശേഷിപ്പിച്ചിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സമ്പർക്കം കുറയ്ക്കാനും പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾ നിലനിർത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇറാനിലെ സർവകലാശാലകളിൽ 60% വിദ്യാർത്ഥികൾ സ്ത്രീകളായിരുന്നു എന്നത് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചു. നോബൽ സമ്മാന ജേതാവ് ഷിറിൻ എബാദി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. സർവകലാശാലകളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടപഴകുന്നത് കുറയ്ക്കുന്നതിനായി കടുത്ത വേർതിരിക്കൽ നയങ്ങൾ നടപ്പിലാക്കണമെന്ന് ഖമനേയി ആഹ്വാനം ചെയ്തു. ലിംഗസമത്വം എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകളെ നശിപ്പിക്കാനായി നടപ്പിലാക്കുന്ന സയനിസ്റ്റ് ഗൂഢാലോചനയാണെന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പുരുഷനും സ്ത്രീയും ഒരിക്കലും തുല്യരല്ലെന്നും അവർക്ക് കുടുംബത്തിൽ വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് ഉള്ളതെന്നും ഖമനേയി ആവർത്തിക്കുന്നു. സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ നല്ലൊരു ഭാര്യയും അമ്മയും വീട്ടമ്മയും ആയിരിക്കുകയാണ്. തൊഴിലെന്നത് സ്ത്രീകളുടെ പ്രധാന വിഷയമല്ലെന്നും അത് കുടുംബജീവിതത്തിന് തടസ്സമാകുകയാണെങ്കിൽ ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സ്വകാര്യ മേഖലയിൽ സ്ത്രീകൾക്ക് ജോലി നൽകുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടുകൾ ഖമനേയി സ്വീകരിച്ചു. രാജ്യത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനായി വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ നിരോധിച്ചു. ജനന നിയന്ത്രണ മാർഗങ്ങൾ ലഭിക്കുന്നത് പ്രയാസകരമാക്കി മാറ്റി. ഇത് സ്ത്രീകളുടെ ശാരീരിക സ്വയംഭരണാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി വരെ വിമർശിക്കപ്പെട്ടിരുന്നു. സ്ത്രീകൾക്ക് പാസ്പോർട്ട് എടുക്കാനോ വിദേശയാത്ര നടത്താനോ ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ രേഖാമൂലമുള്ള അനുമതി വേണം എന്ന നിയമം ഖമനേയി കർശനമായി നിലനിർത്തി. വിവാഹപ്രായം കുറയ്ക്കുന്നതിനെ അദ്ദേഹം അനുകൂലിച്ചു. ഇറാനിലെ യുവാക്കൾക്കിടയിൽ വിവാഹപ്രായം കൂടുന്നതിൽ ഖമനേയി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുവാക്കൾ എത്രയും നേരത്തെ വിവാഹം കഴിക്കണമെന്നും കുടുംബം ആരംഭിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. 2014 പുറപ്പെടുവിച്ച പ്രത്യേക ഉത്തരവിലൂടെ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീക്കാനും ജനന നിരക്ക് വർദ്ധിപ്പിക്കാനും ഖമനേയി ഔദ്യോഗികമായി തന്നെ നിർദ്ദേശം നൽകി. 1990കളിൽ ഇറാൻ നടപ്പിലാക്കിയിരുന്ന കുടുംബാസൂത്രണ പദ്ധതികൾ തെറ്റായിരുന്നു എന്ന് പിന്നീട് ഖമനേയി സമ്മതിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്ക് കൂടുതൽ യുവാക്കൾ ആവശ്യമാണെന്നും അതിനാൽ നേരത്തെയുള്ള വിവാഹവും കൂടുതൽ കുട്ടികളും വേണം എന്ന നിലപാടിലേക്കുമാണ് ഖമനേയി മാറിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിവാഹത്തിന് തടസ്സമാകരുതെന്നും ദൈവം സഹായിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. സർവകലാശാല അന്തരീക്ഷം വിവാഹത്തിന് അനുയോജ്യമാണെന്നും പഠനകാലത്ത് തന്നെ വിവാഹിതരാകുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്നും ഖമനേയി അഭിപ്രായപ്പെട്ടു. ഖമനേയിയുടെ ഈ നിലപാടുകൾ മൂലമാണ് ഇറാനിൽ പെൺകുട്ടികളുടെ ഔദ്യോഗിക വിവാഹപ്രായം 13ഉം ആൺകുട്ടികളുടേത് 15ഉമായി തുടരുന്നത്. കോടതിയുടെയും രക്ഷിതാക്കളുടെയും അനുമതിയോടെ ഇതിലും കുറഞ്ഞ പ്രായത്തിൽ വിവാഹം കഴിക്കാനുള്ള പഴുതുകളും ഇറാനിലെ നിയമത്തിലുണ്ട്. നേരത്തെയുള്ള വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാശ്ചാത്യ ജീവിത രീതിക്ക് പകരം ഇസ്ലാമിക ഇറാനിയൻ ജീവിത രീതി വളർത്തണമെന്നാണ് ഖമനേയി പറഞ്ഞത്. ഖമനേയിയുടെ ചില ഫത്തുകളൊക്കെ വെറും ആടുവ നയം അഥവാ തക്കിയ മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ശേഖരണവും ഹറാമാണെന്ന് ഖമനേയി ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. 2003 ഒരു വാക്കാലുള്ള ഫത്വയാണ് ഇത് പുറപ്പെടുവിച്ചത്. 2005 അദ്ദേഹം ഔദ്യോഗികമായി ആവർത്തിച്ചു. പക്ഷേ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ കാലമായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം 60%-ലേറെ എത്തിച്ചത് അണുബോംബ് നിർമ്മാണത്തിന്റെ വക്കിലാണെന്ന്. എന്നിട്ടും പറയുന്നു അണുബോംബ് ഹറാമാണെന്ന്. തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്നും ഇറാൻ ഔദ്യോഗികമായി വാദിക്കുന്നു. 2018 അമേരിക്ക ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതോടെയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു തുടങ്ങിയത്. 60% വരെ സമ്പുഷ്ടീകരണം നടത്തുന്നതിലൂടെ ആയുധമുണ്ടാക്കാൻ ആവശ്യമായ 90%-ന് തൊട്ടടുത്ത് അവർ എത്തിയതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റും 20% സമ്പുഷ്ടീകരണം മതിയെന്നിരിക്കെ അണുബോംബ് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. അപ്പോൾ ഖമനേയിയുടെ ഫത്വ വെറുതെ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണെന്ന് വ്യക്തം. ഇറാന്റെ അണുബോംബിനെ പേടിച്ചാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? അതിനിടെ ചില പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നു. 2025 ഏപ്രിലിൽ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമാണ് ഫത്വ പ്രകാരം വിലക്കപ്പെട്ടിട്ടുള്ളത്. അവ നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും പ്രതിരോധത്തിന് അത്യാവശ്യമാണ് എന്നുള്ള ചില പുതിയ വ്യാഖ്യാനങ്ങളും ഇറാനിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയർന്നിരുന്നു. എന്തൊരു വിരോധാഭാസം! ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ കയ്യിൽ വയ്ക്കാം. ഖമനേയിയുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള മാസങ്ങളിൽ രാജ്യത്തിന് ഭീഷണിയുണ്ടായാൽ ആണവ നയത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണ് ഈ വിഷയത്തിലെ ഫത്വ.
ഇത്തരം നിരവധി ഫത്തുകൾ, അതിക്രൂരമായ ഫത്തുകൾ, നിന്ദ്യമായ ഫത്തുകൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആളാണ് ഖമനേയി. ഖമനേയിക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇത്രയധികം മുറവിളി ഉയർന്നു വരുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.